ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ 5 മാർക്ക് നേടിയെടുക്കാം. പൊളിറ്റിക്കൽ സയൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് 5 മാർക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടും ഈ ഒരു 5 മിനിറ്റ് ക്ലാസ് എന്ത് ചെയ്യാം, കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് കാണാൻ പറ്റുന്നത്, വാട്ട് വാസ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് മേഡ് ഇൻ 1992 ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഉണ്ടായിരുന്നു 1992 അല്ലെ. നമുക്കറിയാൻ പറ്റും ഡീസെൻട്രലൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്, ഫെഡറലിസം എന്നുള്ള ചാപ്റ്ററിൽ. അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ തേർഡ് ടയർ ഗവൺമെന്റ് പ്രോപ്പറായിട്ട് എന്ത് കണ്ടക്ട് ചെയ്യുന്നില്ല, ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നില്ല, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള റവന്യൂസ് കൊടുക്കുന്നില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനെ കുറെ അധികം പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ തുടർന്ന് 1992 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, the main objective of the constitutional amendment in 1992 was to strengthen the three-tier system of government. ഈ പറയുന്ന തേർഡ് ടയർ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഈ തേർഡ് ടയറിനെ കുറച്ചും കൂടി എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം, കുറച്ചും കൂടി എന്ത് ചെയ്യണം, അതിനെ കുറച്ചും കൂടി നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വിപുലീകരിക്കണം എന്ന ലക്ഷ്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അർബൻ ലോക്കൽ ബോഡീസ് മോർ പവർഫുൾ ആൻഡ് എഫക്റ്റീവ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ അർബൻ ബോഡീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റീസ്, മുനിസിപ്പൽ കോർപ്പറേഷൻ പോലുള്ള എല്ലാ ബോഡീസിനും കുറച്ചും കൂടി എന്താ പവർഫുൾ ആക്കുക, കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കുക എന്നുള്ളതായിരുന്നു 1992 കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പാർട്ടായിട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട്, റെഗുലർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണം, അതിനുവേണ്ടി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു, അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തു. അത് കൂടാതെ നമുക്ക് കാണാൻ പറ്റും പ്രോപ്പറായിട്ട് റവന്യൂസ് കൊടുക്കണം, പ്രോപ്പറായിട്ട് പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഓർഡേഴ്സ് ആര് കൊടുത്തു, സ്റ്റേറ്റിന് കൊടുത്തു. അതുപോലെ 1/3 എങ്കിലും വിമൺ റെപ്രസെന്റേഷൻ എൻഷുർ ചെയ്തു. ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ എന്ത് ചെയ്തു, ഈ പറയുന്ന 1992 അമെൻമെന്റിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുക, ഈ പറയുന്ന ലോക്കൽ ബോഡീസിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. State to agreements through which federation have been formed. Give an example of each. നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയാ, അതിന്റെ റൂട്ട് ത്രൂ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ടൈപ്പ് ഓഫ് ഫെഡറേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് കമ്മിങ് ടുഗദർ ഫെഡറേഷനും മറ്റൊന്ന് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷനും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്നും എന്താണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ദിസ് എഗ്രിമെന്റ് ഇൻഡ്യൂസസ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് കമ്മിങ് ടുഗദർ ഓൺ ദെയർ ഓൺ ടു ഫോം എ ബിഗ്ഗർ യൂണിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളെ കൂടി ഒരു ബിഗ്ഗർ യൂണിറ്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തിനാണ്, അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ സോവേണിറ്റിയും അതുപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റിയും അവരുടെ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അതിലൂടെ എയിം എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളെ കൂടി ഒരു ബിഗ് യൂണിറ്റ് ആയി മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ USA, സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള എന്താ പറയാ സ്റ്റേറ്റ് നാഷൻസ് ഒക്കെ നമുക്ക് എന്തായി പറയാൻ പറ്റും, ഈ പറയുന്ന ഓസ്ട്രേലിയ പോലെയുള്ള നാഷൻസ് ഒക്കെ എന്താ പറയാൻ പറ്റും, ഈ പറഞ്ഞ കമ്മിങ് ടുഗദർ ഫെഡറേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ സ്റ്റേറ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ നാഷൻസിനും ഈക്വൽ പവേഴ്സ് ആയിരിക്കും. കമ്മിങ് ടുഗദർ ഫെഡറേഷനിൽ എല്ലാ സ്റ്റേറ്റുകൾക്കും ഈ പറയുന്ന USA-ലാണെങ്കിലും സ്വിറ്റ്സർലാൻഡിലാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും, കാരണം അത് ബിഗ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബിഗ് യൂണിറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റുകൾക്കും ഈക്വൽ പവേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ ഉണ്ടാവുക. ഓക്കെ, then നമ്മൾ നെക്സ്റ്റ് വൺ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ നോക്കുന്ന സമയത്ത് in this agreement a large country decided to divide its power between a constituent states and the national government. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബിഗ് യൂണിറ്റ് ലൈക്ക് ഇന്ത്യ പോലെയുള്ള ഒരു ലാർജ് കൺട്രി എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പോലെ തന്നെ ഡിഫറെന്റ് യൂണിറ്റ്സിനായിട്ട് പവർ ഷെയർ ചെയ്യുന്ന മെത്തഡാണ് നമുക്ക് എന്തിൽ കാണാൻ പറ്റുന്നത്, ഈ പറയുന്ന ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ കാണാൻ പറ്റുന്നത്. അതായത് സ്റ്റേറ്റുകൾക്ക് കൂടി എന്ത് ചെയ്യാണ്, പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലുമാണ് എന്ത് ചെയ്യുന്നത്, പവർ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ടെൻഡ് ടു ബി മോർ പവർഫുൾ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. നമുക്ക് കാണാൻ പറ്റും സ്റ്റേറ്റ് ഗവൺമെന്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർക്കായിരിക്കും മോർ പവർ ഉണ്ടാവുക, സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും കമ്പാരിറ്റീവ്ലി മോർ പവർ എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കോൺസ്റ്റിറ്റ്യൂന്റ് യൂണിറ്റ്സിനും ലൈക്ക് ഓരോ സ്റ്റേറ്റിനും മേ ബി എന്തുണ്ടാവും, പവറിൽ വേരിയേഷൻസ് വരാം. അതുകൊണ്ട് തന്നെ അൺഈക്വൽ പവേഴ്സ് ആയിരിക്കും ഓരോ സ്റ്റേറ്റിനും എന്തിലുണ്ടാവുന്നത്, ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ചില അതിന്റെ എന്താ പറയാ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ട്രഡീഷണൽ ആയിട്ടും കൾച്ചറൽ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആയിരിക്കാം. ഇതിന്റെയൊക്കെ ബേസിൽ
സ്റ്റേറ്റിൽ പവേഴ്സ് എന്ത് വരും, വേരിയേഷൻസ് വരും. ജമ്മു ആൻഡ് കാശ്മീരിന് മേ ബി എന്ത് ചെയ്യാം മോർ പവേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പവേഴ്സും നമ്മുടെ മറ്റ് സ്റ്റേറ്റിന്റെ പവേഴ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, അതിൽ കുറെ മാറ്റങ്ങളൊക്കെ വന്നു അല്ലെ. ഇങ്ങനെ ചില സ്റ്റേറ്റുകൾക്ക് എന്ത് കിട്ടാം, ചിലപ്പോൾ പവേഴ്സ് കൂടുതൽ കിട്ടാം, ചില സ്റ്റേറ്റുകൾക്ക് പവേഴ്സ് കുറവായിരിക്കാം. ഇങ്ങനെ ചില മാറ്റങ്ങൾ എന്തിൽ വരും, ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ വരും. ബട്ട് അത് എവിടെ ഉണ്ടാവില്ല, കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ആണെങ്കിൽ ഓൾ സ്റ്റേറ്റ് ആർ ഈക്വൽ. ഈ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ അതോറിറ്റി ബിഗർ യൂണിറ്റ്സ് അല്ല. പക്ഷെ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ ആണെങ്കിൽ നാഷണൽ ഗവൺമെന്റിന് കമ്പാരിറ്റീവ്ലി എന്തുണ്ടാവും, കുറച്ചും കൂടി മോർ പവർ ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്പെയിൻ, ബെൽജിയം ഒക്കെ അതർ എക്സാമ്പിൾ ഓഫ് ഈ പറയുന്ന ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിൽ എക്സാമിനേഷനൊക്കെ റിപ്പീറ്റ് ചെയ്ത് തരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസുമായിട്ട് ചോദ്യങ്ങളൊക്കെ ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.